പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന UR പ്രദീപിന് വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. ഈ പ്രചാരണത്തിൻ്റെ അവസാന സമയത്ത് കോൺഗ്രസ് വലിയ രീതിയിലൊരു കെ രാധാകൃഷ്ണൻ ഒതുക്കി എന്ന തരത്തിലൊരു വലിയ രീതിയിൽ അത് വെറുതെ അങ്ങനെ അത് പറഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പറയുന്ന കെ രാധാകൃഷ്ണനെ ഒതുക്കാനും ഉയർത്താനും ഒക്കെയുള്ള പാർട്ടി ഈ പാർട്ടിയല്ലേ, എന്നെ ഉയർത്തിയത് പാർട്ടിയല്ലേ, പിന്നെ എങ്ങനെ ഒതുക്കുന്നത്? ഇവരെ ഉയർത്തിക്കൊണ്ടുവന്ന ആളെ ഒതുക്കുന്ന എങ്ങനെ? പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ സമയത്തും പ്രത്യേക തീരുമാനങ്ങൾ എടുക്കും. എക്കാലത്ത് ഒരേ തീരുമാനം എടുത്ത് പോകാറില്ല. പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇന്ത്യയിൽ മതനിരപേക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. BJP എന്നുള്ള വർഗീയ ഫാസിസ്റ്റ് പറയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ EP ജയരാജൻ്റെ ആ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ വന്ന പ്രസ്താവന നമ്മൾ കണ്ടതാണ്. ഇപ്പോഴായി വീണ്ടും EP-യുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന വരികയാണ്, രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നാണ് EP പറയുന്നത്. അത് പ്രസ്താവന വന്നതല്ല, പുസ്തകത്തിലെ പരാമർശം ഇന്ന് കൃത്യമായിട്ട് എടുത്തിട്ടതാണ്. EP അറിയാതെ അങ്ങനെ അത്തരത്തിലൊരു പരാമർശം ഈ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ വരുമോ? ഈ ദിവസം പുസ്തകം എഴുതിയിട്ട് കാലം കുറയല്ലോ. ആ പുസ്തകത്തിലെ കണ്ടന്റ് ഇന്ന് എടുത്തിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ദേവകറുമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് അന്ന് EP അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അതേപോലെ അത്തരത്തിലൊരു EP അറിയാതെ ഇത്തരത്തിലൊരു പരാമർശം ഇന്ന് തന്നെ വാർത്തയാകുമെന്ന് അറിഞ്ഞുകൊണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പുസ്തകത്തിൻ്റെ കണ്ടന്റ് അറിഞ്ഞ ആളുകൾ കൃത്യമായിട്ട് അത് ഇന്ന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിവസം തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച പോലെ ഇന്നും ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്ന് പറയുന്നത് അതിലൊരു മന്ത്രിയാണ് ചോദിക്കുക, ഇത്തരത്തിൽ ദുർബലമാണോ? അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാം പിണറായി ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് അല്ലെങ്കിൽ 57 ഗവൺമെൻറ്, അങ്ങനെ ഓരോ ഗവൺമെൻറ്റുകളും നാം താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. രണ്ടാം പിണറായി ഗവൺമെൻറ് മോശമാണ് എന്നുള്ള അഭിപ്രായം പൊതുവേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാം പിണറായി ഗവൺമെൻറ് 600 കാര്യങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു, അതിൽ 560 കാര്യങ്ങൾ ചെയ്തു. 900 കാര്യങ്ങളാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് വാഗ്ദാനം നൽകിയത്, അതിൽ 720 കാര്യങ്ങൾ ചെയ്തു. അപ്പം അതുപോലെ തന്നെ തരം താഴ്ത്തിയ സമയത്ത് ഈ പാർട്ടി EP-യുമായി ബന്ധപ്പെട്ട EP-യുടെ വാദം കേട്ടില്ല എന്നാണ് EP പറയുന്നത്. അത് EP പറയുന്നതെന്ന് പറഞ്ഞ് പുസ്തകത്തിൽ പറയുന്ന അത് ഞാനതിനിപ്പം മറുപടി പറയുന്നില്ല. അത് പറയേണ്ട ഘട്ടത്തിലോ അല്ലെങ്കിൽ പറയേണ്ട ഘടകമോ അത് കൃത്യമായിട്ട് പറയും. അതുപോലെ തന്നെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ സരിൻ ഉൾപ്പെടെ ആളുകൾ വയ്യാവേലിയാക്കുമെന്നും ഒരു പരാമർശം ഈ പുസ്തകത്തിലുണ്ട്. അത് ഈ അൻവറിൻ്റെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് അത്തരത്തിൽ EP അങ്ങനെ പറയുന്നത്. വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഓരോ പരീക്ഷണം പാർട്ടി നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷം മുന്നേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലത് ഗുണപരമായിട്ടുണ്ടാവും, ചിലത് പാളും. അത് പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. പാർട്ടി തന്നെ പല ആളുകളെയും മത്സരിപ്പിച്ച് ജയിപ്പിച്ചതിന് ശേഷം പാർട്ടി വിരുദ്ധരായി മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ സ്വതന്ത്രർ എന്ന് പറയുന്ന ആളുകൾ പാർട്ടി കണ്ടെത്തി മത്സരിപ്പിച്ചത് പാർട്ടിക്ക് മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ടല്ലോ. പാർട്ടിക്കകത്തുനിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പാർട്ടിക്ക് പറ്റാത്ത രീതിയിലുള്ള പെരുമാറ്റവും പ്രവർത്തനമൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന സ്ഥിതി അപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളുകളുണ്ടല്ലോ. അതോടൊപ്പം തന്നെ സ്വതന്ത്രന്മാരായിട്ട് വരുന്ന ആളുകളെ കൂടി സ്വീകരിക്കണം. ഈ പാർട്ടി വിപുലീകരിക്കണം. ഇതിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കുന്നത് പാർട്ടി മെമ്പർമാരും പാർട്ടി നേതാക്കളും മാത്രം പോരാ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അങ്ങനെയല്ലേ പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാം. തൊഴിലാളി വർഗത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് തന്നെയല്ലേ. അപ്പോൾ അതൊരു പരീക്ഷണത്തിൽ ചിലപ്പോൾ പാളും, ചിലപ്പോൾ വിജയിക്കും. അത് പാർട്ടിക്കകത്തും പരീക്ഷണം ഒരുപക്ഷെ വിജയിക്കും, പാളും. അതൊക്കെ അനുഭവങ്ങളായി പഠിച്ചുകൊണ്ട് നമുക്ക് തിരുത്തി പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്തായാലും അതുതന്നെയാണ് ഈ ചാലക്കട പ്രിയപ്പെട്ട രാധേട്ടൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഈ ദിവസം ഇത്തരത്തിൽ ഈ വിവാദങ്ങൾ വാർത്തയൊക്കെ ചർച്ചയാകുന്നതിന് പിന്നിൽ ചില സംശയങ്ങളുണ്ട്. EP-യുടെ അത് പുസ്തകം എഴുതിയിട്ട് തന്നെ കാലങ്ങൾ കുറേയായി, ഇപ്പോൾ ഇത് ചർച്ചയാകുന്നതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ടെന്ന് തന്നെയാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്.